ഹലോ എവ്രി വൺ. ആകാശം എന്ന കഥയുടെ 48ാമത്തെ പാർട്ടിലേക്ക് കടക്കാം. 2 ദിവസങ്ങളായി കിരൺ തൻ്റെ വീട്ടിൽ അടച്ചുപൂട്ടി കഴിയുകയായിരുന്നു. അവൻ തൻ്റെ തലയിണയിലേക്ക് മുഖം അമർത്തി വച്ചു. എന്നാലും പപ്പയുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു സംഭവമുണ്ടാകുമെന്ന് താൻ ഒരിക്കലും കരുതിയില്ല. തൻ്റെ സങ്കടം ഇനി എന്ന് തീരുമെന്നറിയില്ല. അനുവിനെ മറക്കാനും അവളെ സഹോദരിയായി കാണാനും തനിക്കാകുമോ? അവൻ ഒരു രൂപവുമില്ലാതെ അതേ കിടത്തം തുടർന്നു. ഈ വേദന മുഴുവൻ വർഷങ്ങൾക്ക് മുൻപൊരിക്കൽ പപ്പയും അനുഭവിച്ചിട്ടുണ്ടാവും. കനകാൻറ്റിയെക്കുറിച്ച് അവൻ ഒരുപാട് സമയം ഓർത്തു നോക്കി. കനകാൻറ്റിയെ പപ്പ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അവർ അന്ന് വിവാഹം കഴിക്കാതിരിക്കാൻ കാരണം ആരായിരിക്കും? അന്ന് ആൻറ്റി മരണപ്പെട്ടുവെന്ന് പപ്പയോട് പറഞ്ഞതാരാണ്? ഇതിനു പിന്നിലെ രഹസ്യം കണ്ടുപിടിക്കണം. അന്ന് ആൻറ്റിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി ആൻറ്റി മരണപ്പെട്ടു എന്ന് പപ്പയോട് പറഞ്ഞത് ഭദ്രനങ്കിളായിരുന്നു. ഭദ്രനങ്കിൾ അങ്ങനെ പറഞ്ഞതിൽ ഏതോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. ഒന്നുകിൽ അദ്ദേഹത്തെ ആരെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാവാം. അതല്ലെങ്കിൽ കനകാൻറ്റി തന്നെ ഇതിൽ നിന്നും പിന്മാറാൻ ശ്രമിച്ചതാവാം. അതുമല്ലെങ്കിൽ അയാൾ പപ്പയോട് മനഃപൂർവ്വം കള്ളം പറഞ്ഞതാവാം. ഏതാണെങ്കിലും ആ രഹസ്യം കണ്ടുപിടിച്ചേ പറ്റൂ. തനിക്ക് വേണ്ടിയല്ലെങ്കിൽ കൂടി പപ്പയുടെ മനസ്സിനേറ്റ മുറിവ് അതെത്രത്തോളം വലുതായിരിക്കും? അതിന് കാരണം കണ്ടെത്തിയേ മതിയാവൂ. ഇന്ന് താൻ അനുഭവിക്കുന്ന ഈ വേദനയും ആ സംഭവത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. പപ്പയും ആൻറ്റിയും തമ്മിലുള്ള വിവാഹം അന്ന് നടന്നിരുന്നുവെങ്കിൽ ഇന്നിതൊന്നും സംഭവിക്കില്ലായിരുന്നു. അനുപമ തൻ്റെ വീട്ടിൽ തൻ്റെ അനിയത്തിയായി ലക്ഷ്മിയോടൊപ്പം ഉണ്ടാവുമായിരുന്നു. ഫോണിൽ നിറയെ അനുപമയുടെ മിസ് കോളുകൾ വന്ന് നിറഞ്ഞു കിടക്കുകയാണ്. അവൾ ഈ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. അവളോട് എങ്ങനെ സത്യം താൻ തുറന്നു പറയും? അവൻ വാട്സപ്പ് ഓൺ ചെയ്തതും ഒരുപാട് മെസ്സേജുകൾ അവനെ തേടിയെത്തി. ഫോണിൽ അനുവും കിരണും ഒന്നിച്ചുള്ള ഫോട്ടോസുകൾ. കിരണിൻ്റെ ഹൃദയം മുറിഞ്ഞ് രക്തം ചിന്തുന്ന വേദന അവൻ്റെ മനസ്സിൻ്റെ സിരകളെയും തളർത്തിക്കളഞ്ഞു. ആൻറ്റി, അമ്മ ഇതുവരെ എഴുന്നേറ്റില്ലേ? അനുപമ അമ്മയുടെ മുറിയുടെ വാതിൽക്കൽ നിന്നും ആലീസിനോടായി ചോദിച്ചു. ഇല്ല എൻ്റെ അനു, അവൾ എഴുന്നേറ്റിട്ടില്ല. വയ്യെന്ന് പറഞ്ഞ് കിടക്കുക. ഇനിയിപ്പോൾ നിന്റെ വിവാഹം കഴിഞ്ഞ് നീ ഇവിടം വിട്ട് പോകുമെന്നുള്ള ടെൻഷൻ കൊണ്ടാണോ അവൾക്ക് അസുഖം വന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. അന്ന് കിരണും കുടുംബവും വന്നതിന് ശേഷമാണ് അവൾക്ക് ഈ മാറ്റം തുടങ്ങിയത്. ആലീസിൻ്റെ വാക്കുകൾ കേട്ട് അനുവിൻ്റെ മുഖം വാടി. എന്താണ് ആൻറ്റി, ഞാൻ എവിടെ പോയാലും നിങ്ങളുടെ വിളിപ്പുറത്തുണ്ടാവില്ലേ? നിങ്ങൾക്കാർക്കെങ്കിലും എന്നെ കാണണമെന്ന് തോന്നിയാൽ ആ നിമിഷം ഞാൻ ഓടിയെത്തില്ലേ? അനുപമ ആലീസിനെ കെട്ടിപ്പിടിച്ചു. എൻ്റെ അനു, നീ ഏതായാലും അമ്മയുടെ അടുത്തേക്ക് ചെല്ല്. അവൾ നിന്നെ അന്വേഷിച്ചിരുന്നു. അനുപമ ആലീസിനെ വിട്ട് കനകയുടെ മുറിയിലേക്ക് കയറി ചെന്നു. അമ്മ. അവൾ അമ്മയ്ക്കരികിലെ കട്ടിലിലിരുന്നു. കനക അനുവിനെ കണ്ട് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. എന്താണമ്മ, 2 ദിവസമായി ആകെ ചടഞ്ഞിരിപ്പാണല്ലോ. എന്തു പറ്റി? അമ്മയ്ക്ക് വിഷമാണെങ്കിൽ ഇപ്പോൾ എനിക്ക് വിവാഹം വേണ്ട അമ്മ, കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ. അവൾ കനകയുടെ കൈകൾ കയ്യിലെടുത്തു. കനക വേദനയോടെ അവളെ നോക്കി. തന്നെ ചതിച്ച് ഒരു പെണ്ണിൻ്റെ മാനം കവർന്നെടുത്ത് വയറ്റിലൊരു കൊച്ചിനെയും തന്ന ശേഷം ഒരു കറിവേപ്പിലയെ പോലെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ ബാലചന്ദ്രൻ്റെ മുഖം കനകയുടെ മനസ്സിൽ തെളിഞ്ഞു. ആ ദുഷ്ടൻ്റെ മകനാണെന്നറിയാതെയാണ് കിരണിനെ എല്ലാവരും ഒരുപാട് സ്നേഹിച്ചത്. എങ്ങനെയും ഈ വിവാഹം തടഞ്ഞേ പറ്റൂ, മുടക്കിയേ പറ്റൂ. മോളെ അനു, അമ്മയ്ക്ക് മോളുടെ വിവാഹമായതിൽ ഒരു വിഷമവും ഇല്ല. എല്ലാ പെൺമക്കളും ഒരു പ്രായം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മാറിപ്പോവേണ്ടവരല്ലേ. നിൻ്റെ സമയമാവുമ്പോൾ നീയും പോകണം. പക്ഷേ ഇപ്പോഴെൻ്റെ മോൾക്കതിന് സമയമായിട്ടില്ലെന്ന് കരുതിയാൽ മതി. കനകയുടെ വാക്കുകൾ കേട്ട അനുപമ കണ്ണുകൾ മിഴിച്ച് അവരെ നോക്കി. പെട്ടെന്നെന്താണ് അമ്മ ഇങ്ങനെ? മോളെ, ഈ വിവാഹം എൻ്റെ മോൾക്ക് വേണ്ട. ഒരു നടുക്കം അനുപമയുടെ മുഖത്തും നെഞ്ചിലും അലയടിച്ചു. എന്താണമ്മ ഇപ്പോൾ പെട്ടെന്നെന്താ ഇങ്ങനെ തോന്നാൻ? അമ്മയ്ക്ക് കിരണിനെ വലിയ ഇഷ്ടമായിരുന്നല്ലോ. അവൻ്റെ ഫാമിലി വന്ന് പോയപ്പോൾ മുതൽ പെട്ടെന്നെന്താ ഒരു മാറ്റം പോലെ? അവളുടെ വാക്കുകൾ ഇടർച്ചയോടെയായിരുന്നു. എൻ്റെ പൊന്നു മോളെ, മോളറിയാത്ത പല കാര്യങ്ങളും ഈ അമ്മയുടെ ജീവിതത്തിൽ മുമ്പ് നടന്നിട്ടുണ്ട്. ഒരിക്കലും നീ അതിനെക്കുറിച്ചൊന്നും ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല. മനഃപൂർവ്വം ഞാനതൊന്നും നിന്നോട് പറഞ്ഞിട്ടുമില്ല. എന്നാൽ ഇനിയും അത് നിന്നോട് മറച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. എല്ലാം നിന്നോട് പറയേണ്ട സമയം വന്നിരിക്കുക. ജീവിതത്തിൽ വർഷങ്ങളായി ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വ്യക്തിയാണ് 2 ദിവസം മുമ്പ് ഇവിടെ വന്നിട്ട് പോയത്.
കനകയുടെ വാക്കുകളിൽ ദേഷ്യവും സങ്കടവും നിറഞ്ഞു. ഈ അമ്മയുടെ ജീവിതത്തിലെ ശത്രുവാണ് ആ മനുഷ്യൻ. അദ്ദേഹമാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത്. ജീവനെ പോലെ ഞാൻ സ്നേഹിച്ചിട്ടും ആത്മാർത്ഥത കാണിക്കാതെ എന്നെ ദൂരേക്ക് തള്ളി മാറ്റി. നീയും അയാളുടെ മകനെ തന്നെ പോയി സ്നേഹിച്ചല്ലോ മോളെ. കനകയുടെ വാക്കുകൾ അനുപമയെ പിടിച്ചു കുലുക്കി. എന്ത്? തൻ്റെ അമ്മയെ ചതിച്ചത് ബാലചന്ദ്രൻ സാറാണെന്നോ? ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷ നൽകി അമ്മയുടെ ജീവിതം ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞത് ആ മനുഷ്യനാണെന്നോ? അവൾ യാന്ത്രികമായി കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. എന്തോ ഓർത്തുകൊണ്ടവൾ റൂമിന് വെളിയിലേക്ക് നടന്നു. അപ്പോൾ തൻ്റെ അച്ഛൻ അദ്ദേഹമാണോ? എന്നുവച്ചാൽ കിരൺ തൻ്റെ സഹോദരനാണെന്നോ? അവൾക്ക് ഒന്നുറക്കെ പൊട്ടിക്കരയണമെന്ന് തോന്നി. ജീവനെ പോലെ സ്നേഹിച്ചു കഴിഞ്ഞ ശേഷം എന്തിനാണ് ദൈവമേ ഇങ്ങനൊരു പരീക്ഷണം? സ്വന്തം സഹോദരനുമായുള്ള വിവാഹത്തിനാണോ താൻ ഒരുക്കം കൂട്ടിയത്? അവൾ സ്വന്തം മുറിയിലേക്കെത്തി കട്ടിലിലേക്ക് വീണു. കിടക്കയിൽ മുഖം അമർത്തി വച്ച് അവൾ ഉറക്കെ പൊട്ടിക്കരഞ്ഞു. ടൗണിലെ ആ സൂപ്പർ മാർക്കറ്റിനകത്ത് മാനേജർ റൂമിനുള്ളിലേക്ക് കിരൺ കയറി ചെന്നു. ഭദ്രൻ സാർ ഇവിടെയില്ലേ? കിരൺ അവിടുത്തെ സ്റ്റാഫിനോടായി ചോദിച്ചു. സാറ് പുറത്തു പോയിരിക്കുക, ഇപ്പോൾ വരും. അവരുടെ മറുപടി കേട്ട കിരൺ റൂമിനകത്തേക്ക് കയറിയിരുന്നു. അവൻ അക്ഷമനായിക്കൊണ്ട് ഭദ്രനെയും കാത്തിരുന്നു. അല്പസമയം കടന്നുപോയി. സർ, സാറിനെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഭദ്രൻ കയറി വന്ന പാടെ തന്നെ ഒരു ലേഡി സ്റ്റാഫ് അയാളോടായി പറഞ്ഞു. ഭദ്രൻ തൻ്റെ റൂമിലേക്ക് പതിയെ നടന്നു വന്നു. ഹായ് കിരൺ, തന്നെ കണ്ടിട്ട് കുറേ ആയല്ലോ. എനിക്കൊരു ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ വഴിയൊക്കെ താൻ മറന്നോ? അയാൾ പുഞ്ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് നടന്നെടുത്തു. ഒരുപാട് തിരക്കുകളാണെങ്കിൽ അതുകൊണ്ടാണ് വരാൻ കഴിയാത്തത്. ഭദ്രൻ കിരണിന് അഭിമുഖമായി ചെന്നിരുന്നു. അങ്കിൾ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴിങ്ങോട്ട് വന്നത്. അങ്കിൾ എനിക്ക് വ്യക്തമായ ഒരു ഉത്തരം തരണം. ഈ സമയം ഞാൻ ആകെ കൺഫ്യൂസ്ഡാണ്. അവൻ പ്രതീക്ഷയോടെ അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ കിരൺ? തനിക്ക് എന്തറിയണമെങ്കിലും എന്നോട് ചോദിച്ചോളൂ. എനിക്കറിയാവുന്നത് എന്തും ഞാൻ പറയാം. അയാൾ കസേരയിലേക്ക് ഒന്നുകൂടി അമർന്നിരുന്നു. അങ്കിൾ, വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ്. അതും എൻ്റെ പപ്പയെക്കുറിച്ച്. കിരൺ ഗായത്രിയുടെ സഹോദരനായ ഭദ്രൻ്റെ അരികിൽ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആകാശം കഥയുടെ അടുത്ത പാർട്ടുമായി ഉടൻ തന്നെ വരുന്നതാണ്.